നമ്മുടെ രാഷ്ട്രങ്ങളെല്ലാം ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അല്ല, ഇതിൻ്റെ കാര്യം ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീല് പൊതുവെ ഉണ്ടാവും. അത് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായ ഒരു ആൻറ്റി ഇസ്ലാം ലോബി ഉണ്ട്. ഇത് വളരെ വിസിബിളാണ്. അതുപോലെ തന്നെ തീവ്ര ഇസ്ലാം ലോബി ഉണ്ട്. ഇവർ തമ്മിലുള്ള ഫൈറ്റാണ് നമ്മളീ കാണുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ സബാസ്റ്റ്യൻ പുന്നക്കൽ അതിതീവ്രമായിട്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്ന ഒരാളാണ്. സബാസ്റ്റ്യൻ പുന്നക്കലിനെ പക്ഷെ അങ്ങനെ ആക്കി മാറ്റിയ അതിലാണ് ലോകത്തെ മറ്റു മതങ്ങളെല്ലാം തെറ്റാണ്, മറ്റ് ബഹുദൈവ ആരാധന പാടില്ല, അത് ശിർക്കാണ്, അതെന്തോ ഭയങ്കരമായ പാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയൊക്കെ തന്നെ ഇവിടെയുള്ള മുസ്ലിംസ് ഒരു വിസ്റ്റം ഗ്രൂപ്പ് ദുആ കമ്മിറ്റി എന്ന ടീമുണ്ട്. അവർ മറ്റ് മതങ്ങൾ ബഹുമാനിച്ച് പോകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവർ അത് ചെയ്തോട് കൂടിയിട്ട് സബാസ്റ്റ്യൻ പുന്നക്കൽ തിരിച്ചടിച്ചു, മാന്തി പൊളിച്ചു. അപ്പോൾ സബാസ്റ്റ്യൻ പുന്നക്കൽ മറുപടി പറയാൻ പലപ്പോഴും ഞാൻ നോക്കിയിട്ട് വിവരമുള്ള സുന്നി പണ്ഡിതന്മാരും പോകാറില്ല. കാരണം അവർക്ക് ഇത് ബഹുമാനുണ്ടാക്കി വെച്ചതാണ്. അതങ്ങനെ ഡിബേറ്റ് ചെയ്ത് തീർക്കേണ്ടതല്ല മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളും ഇല്ല, എല്ലാ മതങ്ങളും ഒരേ ടാർജറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കളിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗ്ലോബലി നിങ്ങൾ നോക്കിയാൽ ഏതൊരു മിക്ക പ്രശ്നങ്ങളിലും സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു സൈഡിൽ മുസ്ലിംസ് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിട്ടുള്ള അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു സൈഡ് മുസ്ലിംസാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയം മുസ്ലിംസാണ്. ഇന്ത്യയിലാണെങ്കിൽ ഉണ്ടാകുന്ന ഹിന്ദു മുസ്ലിം പ്രശ്നം മുസ്ലിംസാണ്. ചൈനയിലുണ്ടാകുന്ന ചൈനീസ് ഗവൺമെൻറ്റും പിന്നെ തുർക്ക്മെനിസ്ഥാൻ വംശജരായ മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിലുള്ള ഷിയ സുന്നി വിഭാഗം രണ്ടും മുസ്ലിങ്ങളാണ്. ഇറാഖിലുള്ള കുർദിസ്ഥാൻ വിഷയം രണ്ട് ഭാഗത്തും മുസ്ലിംസാണ്. അപ്പോൾ ഏത് ഭാഗത്തും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള സൗദി ഇറാൻ പ്രശ്നം രണ്ട് ഭാഗത്തും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ എപ്പോഴും നമ്മളെ വാർത്തകളിൽ വരുന്ന വിഷയങ്ങളെല്ലാം തന്നെ രക്തരൂഷിതമായ കലാപങ്ങൾ ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ എപ്പോഴും മുസ്ലിങ്ങൾ നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇത് ഭയങ്കര രീതി ഹൈലൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പം ഇത് ഇസ്ലാം എന്തൊരു ഭയങ്കര നെഗറ്റീവാണോ എന്നൊരു ഫീൽ പൊതുസമൂഹത്തിലുണ്ടാകും. മുമ്പ് ഇസ്ലാമിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്ന ആളുകൾ, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ പവർ വലിയൊരു ഘടകമാണ്. അപ്പം ഒന്നാം ലോക മഹായുദ്ധം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ 1914, 18, 1920 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളൊന്നും ഇസ്ലാമിൻ്റെതാണ്. ലോകത്ത് പ്രധാനപ്പെട്ട അതുവരെ ഉണ്ടായിരുന്ന ലോകത്ത് കൊളോണിയലിസം വരുന്നതിന് മുമ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് മുസ്ലിം രാജാക്കന്മാരാണ്. അപ്പോൾ എപ്പോഴും തിരുവിതാംകൂർ രാജാവിൻ്റെ തന്നെ പേരിൻ്റെ കൂടെ ഒരു മുസ്ലിം പേരുണ്ട്, മൊത്തം പേരിൻ്റെ കൂടെ. അത് ഇദ്ദേഹം കൊടുത്താന്ന് തോന്നും. ഇവിടെ തിരുവിതാംകൂർ ആക്കോട്ട് നവാബ് ഉണ്ടല്ലോ, അദ്ദേഹം തിരുവിതാംകൂർ അദ്ദേഹത്തിന് സ്ഥാനപ്പേര് കൊടുത്തിരുന്നു. അത് മുസ്ലിം പേരാണ്, എന്തോ മന്നൈ സുൽത്താൻ അങ്ങനത്തെ ഒരു പേരുണ്ട്. മൊത്തം പേരെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. തിരുവിതാംകൂർ രാജാക്കന്മാരുടെയൊക്കെ ഡ്രസ്സോ അല്ലെങ്കിൽ ശിവാജിയുടെ ഡ്രസ്സോ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിനൊരു ഇറാനിയൻ മുസ്ലിം ലുക്കാണ്, മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ മഹാഭാരതത്തിൽ കാണുന്ന ലുക്കല്ല ഉള്ളത്. അപ്പോൾ അതൊക്കെ ആ മതത്തിനൊരു റെസ്പെക്റ്റ് കിട്ടിയിരുന്നു. പക്ഷെ പൊളിറ്റിക്കലായിട്ട് ഇസ്ലാം ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി ഡിക്ലൈൻ ആവുകയാണ്. സാമ്രാജ്യങ്ങൾ ഇല്ലാതാവുന്നു, ഖലീഫ തന്നെ ഇല്ലാതാവുന്നു. അതോടുകൂടി പതുക്കെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ റെസ്പെക്റ്റ് ഇല്ലാതാവുന്നു. മാത്രമല്ല പക്ഷേ മുസ്ലിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു സൈക്കോളജിയിലാണ്. അപ്പം പിന്നെ മാത്രമല്ല ലോകത്തെ മറ്റു മതങ്ങളെല്ലാം തന്നെ വൻതോതിൽ റിഫോർമേഷന് വിധേയമായപ്പോൾ മുസ്ലിംസ് വളരെ ലേറ്റായിട്ടാണ് ആധുനികതയുമായി സംവദിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ അവർ വളരെ പിന്നോക്കം നിന്നു. അപ്പോൾ ഇപ്പോൾ അവർ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി പിന്നെ ഈ പറഞ്ഞ ആൻറ്റി മുസ്ലിം മീഡിയ ലോകത്തുണ്ട്. മുസ്ലിംസായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും മുസ്ലിം പ്രശ്നക്കാരാണെന്ന് ഫീൽ ഉണ്ടാക്കുക. പിന്നെ അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടാക്കി എപ്പോഴും മുസ്ലിം ഇവർ ശത്രുക്കൾ, ഇവരെവിടെ ഉണ്ടാകാൻ പ്രശ്നം. നമുക്കറിയാം മനുഷ്യന്മാർക്ക് ഒരേ സമയം കോപ്പറേറ്റ് ചെയ്യാനും കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ്. നുവാ ഹദീദിനെ പോലെ ഹിസ്റ്റോറിയൻസ് പറയുന്നത് മനുഷ്യൻ്റെ വിജയത്തിന് തന്നെ കാരണം മനുഷ്യനെ എപ്പോഴും കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് 2 ലക്ഷം മനുഷ്യന്മാരെ ഒരു ഫുട്ബോൾ തിയേറ്ററിൽ ഒരു ഫുട്ബോൾ കോർട്ട് കൊണ്ടുവരാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് 20 ജിപ്സില്ലേ മറ്റേ എന്താണ് ചിമ്പാൻസികളെ ഒരു കോർട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവർ മുമ്പ് പരസ്പരം അടി തുടങ്ങും. അപ്പം മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് കാരണം ഈ ഒരു കോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ്. ഞാൻ പറയുന്നത് നുവാ നരീരി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻ പറയുന്നതാണ്. അതേസമയം തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. പല കാര്യത്തിൽ നമ്മൾ മത്സരം ഉണ്ടാവും. പക്ഷേ നമ്മളെ ബുദ്ധി എപ്പോഴും ഈ കോൺഫ്ലിക്റ്റിൻ്റെ മുകളിൽ നമ്മുടെ കോപ്പറേഷൻ എന്നുള്ള ഒരു സഹജവാസനയെ നിർത്തുന്നതുകൊണ്ടാണ് മനുഷ്യൻ പുരോഗമിച്ചത്. അപ്പോൾ എല്ലാ മേഖലയും കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷേ മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ മാത്രം നമ്മൾ ന്യൂസിൽ കൂടുതലായിട്ട് വരുന്നു ഇൻ്റർനാഷണലിൽ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ
ഈ മുസ്ലിംസിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ പേര് കൊണ്ട് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണമായിട്ട് എൻ്റെ പേരുകൊണ്ട് ഞാൻ മുസ്ലിം എളുപ്പം തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ പേര് തന്നെ ഷിജു എന്നോ ഷാജു എന്നാണെങ്കിൽ നിങ്ങൾ ബാബു എന്നാണെങ്കിൽ എളുപ്പം തിരിച്ചറിയാൻ പറ്റില്ല. ഷാജി എന്നാണെങ്കിൽ മെരാനാൻ ഷാജി എന്ന സിനിമ ഉണ്ട്, ഷാജി എന്നാണ് എളുപ്പം തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം പലപ്പോഴും മറ്റു പല വിഭാഗങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോഴും അത് നമ്മൾ വ്യക്തിപരമായിട്ടാണ് വിചാരിക്കുക. സത്യത്തിൽ ഇവിടെ പ്രധാനമായിട്ട് 2 വിഭാഗങ്ങളാണ്. സിറിയൻ ക്രിസ്ത്യൻസിലെ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും നമ്മൾ വലിയ പ്രശ്നമുണ്ട്. അതിനിടയിൽ വലിയ വലിയ കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ 2 പേരും വർഗീസ് ആയിരിക്കും, 2 പേരും തോമസ് ആയിരിക്കും, എളുപ്പം തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കോൺഫ്ലിക്റ്റ് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇപ്പം പക്ഷേ ഇത് വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് എപ്പോഴും നമ്മൾ ഈ പറയുന്നതിന് മുസ്ലിംസെ കാണുമ്പോൾ നമ്മളറിയാതെ നമ്മളുള്ളിൽ ഫീൽ ചെയ്യുകയാണ്, ഇതെന്ത് ഭയങ്കര കാണാൻ തെളിച്ചാണ്, ഇവർ തമ്മിൽ ഇങ്ങനെയാണ്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന മധ്യകാലഘട്ടത്തിലെ ഒരു മനസ്ഥിതി വെച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ തന്നെ ആ രീതി മറ്റു മതങ്ങളെ ഒരു വിഭാഗം കൺവേർഷന് വേണ്ടിയിട്ടും മറ്റു മതങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന രീതി, അറ്റാക്ക് ചെയ്യുന്ന വെച്ചാൽ ലോജിക്കൽ അല്ലാത്ത രീതിയിൽ അറ്റാക്കിംഗ് ഒക്കെ തുടങ്ങിയതോടുകൂടി പിന്നെ മാത്രമല്ല ഈ പറയുന്ന ചില വിഷയങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം ആറ്റുകാൽ ക്ഷേത്രത്തെ ട്രസ്റ്റിയുടെ മകള് മതം മാറി ഇസ്ലാമിലേക്ക് വരുന്നു, അവർ പിന്നെ സിറിയയിലേക്ക് പോകുന്നതായിട്ടുള്ള വിഷയങ്ങൾ, ആ കൂട്ടത്തിൽ തന്നെ ക്രിസ്ത്യൻ പെമ്പിള്ളേർ ലവ് ജിഹാദ് പോലെയുള്ള വിഷയം. ഞാൻ ആ വീട് ഉപയോഗിക്കാതിരുന്നത് കാരണം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരേപോലെ അതിന് അങ്ങനെ വിഷയമില്ല, ഓർഗനൈസ്ഡ് ആയിട്ടില്ല. പക്ഷേ ചില ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസിഡൻസ് യാഥാർത്ഥ്യമാണ്. ആ ഇൻസിഡൻറ്റ് പോകുന്നത് ഇത് ജിഹാദ് എന്ന ആളുകൾ പറയും. അപ്പം അതില്ലാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അപ്പം പിന്നെ മാത്രമല്ല പലപ്പോഴും ഞങ്ങളെ ദൈവം മാത്രമാണ് ശരി, അത് നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷെ അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വീട്ടിലെ വിശ്വാസമായിട്ട് ഇപ്പം സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ്, മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഇത് തന്നെ പറയുന്ന ആളുകളാണ്. പക്ഷേ ക്രിസ്ത്യാനികളും ജൂതന്മാർ ഇതൊന്നും വീട്ടിലിരിക്കുകയുള്ളൂ, മറ്റുള്ളവർ അംഗീകരിപ്പിക്കാൻ നടക്കില്ല. നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിൽ പോകുമ്പോഴും സാറി പറയുന്ന ഒരു ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളൊക്കെ പലസ്തീൻ ഹമാസ് ഒരു ഭീകരവാദ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഹമാസ് ഭീകരവാദ പ്രസ്ഥാനമാണ്. അവിടെ പലസ്തീനികളുടെ വിഷയങ്ങൾ ജെന്യൂനാണ്. അവർ 2000 വർഷം അവിടെ ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ്. അവിടെ 2000 വർഷം അവിടെ ഇല്ലാത്ത ആളുകൾ മുമ്പ് അവിടെ ജീവിച്ചിരുന്നത് ഞങ്ങളുടെ ദൈവദത്തമായ ഭൂമി എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് തുരത്തുമ്പോൾ സ്വാഭാവികം ഞാനാണ്, നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ മാറിയ സാഹചര്യവും ജൂതന്മാരുടെ ഹിസ്റ്ററിയൊക്കെ വെച്ച് അവിടെ റിക്കൺസിലേഷൻ വേണം, അതുണ്ടാവുന്നില്ല. അവിടെ UN-ന്റെ നീക്കങ്ങളൊന്നും ആദ്യം അറബികൾ എതിർത്തു. പിന്നെ ഈ ജൂതന്മാരോട് തോറ്റ സമയത്താണ് യുദ്ധം ചെയ്ത് തോറ്റപ്പാണ് ഇപ്പം അംഗീകരിക്കാൻ തയ്യാറ്. അപ്പോൾ അവർ തയ്യാറാവുന്നില്ല. ഇതാണ് ഒരു വിഷയം. അപ്പോൾ പക്ഷേ അവിടെ വിഷയം ഇത്രയും അലമ്പാക്കുന്നത് ഹമാസാണ്. PLO ഒരു തീവ്രവാദ സംഘടന അല്ല, അവരുടെ ജനീയനായ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഹമാസ് എന്ന് വെച്ചാൽ PLAയുടെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുവന്നിട്ടുള്ള സമാധാന ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. അവർ ഭീകരവാദികളാണ്. അപ്പം നമ്മൾ കൃത്യമായി പറയാനുണ്ട്, ഹമാസ് ഭീകരവാദികളാണ്. രണ്ട് രീതിയിൽ തരംതിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാം ലോകത്തെ സെമിറ്റിക് മതങ്ങൾ മറ്റു മതങ്ങളെ പോലെ തന്നെ ഒരു നല്ല മതമാണ്. അതിൽ ഏറ്റവും നല്ല മതം ഏതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പറയും. കാരണം ക്രിസ്ത്യാനിറ്റി സമാധാനത്തെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, എവിടെയും വാളെടുക്കാനൊന്നും പറയുന്നില്ല. മതം കേട്ടോ, പക്ഷെ മതത്തിന്റെ പേരിൽ പലരും വാളെടുത്തിട്ടുണ്ട്. അത് വളരെ രക്തദൂഷ്യമായി സമരങ്ങൾ നടന്നിട്ടുണ്ട്, അത് മാവിൽ നടന്നിട്ടുണ്ട്, മുസ്ലിങ്ങളായിട്ട് നടന്നിട്ടുണ്ട്, ജൂതന്മാരായിട്ട് നടന്നിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം സമാധാനവും ശാന്തിയും മാത്രം പറയുന്നതാണ്. പക്ഷേ ഇവരുടെയൊക്കെ പേരിൽ ഈ പറയുന്നത് സംഘർഷങ്ങൾ നടക്കും. അപ്പോൾ ഈ സെമറ്റിക് മതങ്ങളിൽ എല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതിൽ ക്രിസ്ത്യാനിറ്റിയാണ് ഒരു ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൽ പ്രശ്നം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരേ ഒരു കർത്താവും ഒരേ ഒരു ദൈവവും എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് അഫർമേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെയല്ല, ആര് വേണമെങ്കിലും ആവാം. എന്നാൽ അതിൻ്റെ ഒരു ഇപ്പം ജലീൽ എന്ന് പറഞ്ഞൊരു കാര്യമല്ലേ, മദ്രസ വിദ്യാഭ്യാസം ഹിന്ദു കുട്ടിയൊക്കെ കിട്ടുന്നില്ല, പക്ഷെ അവരെല്ലാം മര്യാദക്കാരാണ്. എന്തുകൊണ്ടാണ്? കുട്ടിക്കാലം തൊട്ടേ നമ്മളാണ് ശരി, നമ്മൾ മാത്രമാണ് ശരി, നമ്മളെ മതമാണ് ശരി, നമ്മളെ ദൈവം മാത്രമാണ് ശരി എന്ന് ഹിന്ദുക്കൾ എവിടെയും പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികം ഇത് കേട്ട് വളർന്ന ഒരു CPM-മാർക്കുള്ള മസിൽ പോലെ എന്തുകൊണ്ടാണ് നമ്മളെ പാർട്ടി മാത്രമാണ് ശരി എന്നാണ് പഠിപ്പിക്കുന്നത്. കോൺഗ്രസ്സുകാർ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും ഷൂഡ് കൗശലക്കാരും ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അവരൊരിക്കലും ഒരു അഫോർമേറ്റീവായിട്ട് നിൽക്കില്ല. ഇതല്ല. അപ്പം ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ഭീഷണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ സ്വയം ഒരു ഭയങ്കര തെറ്റിദ്ധാരണ മുസ്ലിംസിനെ പറ്റിയുണ്ട്. അത് മുസ്ലിംസ് തന്നെ വലിയൊരു കാരണക്കാരുമാണ്. അതിനെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ഒരു പ്രസ്ഥാനമൊന്നുമല്ല, അത് വ്യക്തികളാണ്, ചരിത്രത്തെ അറിയുന്ന മനുഷ്യസ്നേഹമുള്ളതായ വ്യക്തികളാണ്. അത്തരം മൂവ്മെൻറ്റ്സ് ശക്തി പ്രാപിക്കുകയും അതുകൊണ്ട് തന്നെ ഇസ്ലാം നവീകരിക്കപ്പെടുകയും ചെയ്യും, കാലോചിതമായി നവീകരിക്കപ്പെടുകയും ചെയ്യും. ശ്രമം തുടങ്ങി സൗദി തന്നെ തുടങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ ഭീഷണിയിലൊന്നല്ല, പക്ഷെ മുസ്ലിങ്ങൾ ഭീഷണിയിലാണ്. മുസ്ലിങ്ങൾ ഭീഷണിയാവുന്നത് മുസ്ലിങ്ങൾ കൊണ്ട് തന്നെയാണ്, മറ്റു മതക്കാരെ കൊണ്ടല്ല. ഇത് തരണ മധ്യ കാലഘട്ടത്തിലൊക്കെ കുരിശുയുദ്ധത്തിന്റെ സമയത്ത് താവുന്നില്ല, അന്ന് താവുന്നില്ലല്ലോ. അപ്പം മാത്രമല്ല ഇവിടെ ഹിന്ദു രാജാക്കന്മാരെ ഇതിനെ താക്കാൻ ശ്രമിച്ചിട്ടില്ല.
ആർഎസ്എസിനും ഇസ്ലാമിനെ തകർക്കാന്നുള്ള ആർഎസ്എസിന്റെ ലക്ഷ്യമൊന്നുമല്ല. മുസ്ലിംസിന് ഭീഷണി ഉണ്ടെങ്കിൽ അത് ചില തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിങ്ങളാണ്, വിവരമില്ലാത്ത മുസ്ലിങ്ങളാണ്. അവരിന്ന് അതിനെ നവീകരിക്കുക എന്നുള്ള വിദ്യാഭ്യാസം വിവരവുമുള്ള മനുഷ്യസ്നേഹമുള്ള മുസ്ലിങ്ങളുടെ കടമയാണ്. അത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഫലം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.